മ്യാൻമറിലെ രഖൈൻ സ്റ്റേറ്റിൽ പോരാടുന്ന വംശീയ പ്രതിരോധ സേനയാണ് അരക്കൻ ആർമി എന്ന് പറഞ്ഞാൽ ഈ രഖൈൻ സ്റ്റേറ്റിൻ്റെ ഏതാണ്ട് പൂർണ്ണമായ ആധിപത്യം ഇപ്പോൾ അരക്കൻ ആർമിയുടെ കയ്യിലാണ്. അവർ അവിടെയുള്ള രോഹിംഗ്യൻ മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്നു, പീഡിപ്പിക്കുന്നു, തട്ടിക്കൊണ്ടുപോകുന്നു, കുറേ പേരെ കൊന്നുകളയുന്നു. അങ്ങനെയുള്ള യുദ്ധ കുറ്റകൃത്യങ്ങൾ ഇവർക്ക് മേൽ ആരോപിക്കപ്പെടുന്നു. ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടാണ് ഈ ആരോപണം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് 2 ലക്ഷത്തോളം വരുന്ന രോഹിംഗ്യകൾ ക്ഷാമം നേരിടുന്നു, പട്ടിണി നേരിടുന്നു, അവർ കുടിയേറ്റത്തിൻ്റെ ഭീഷണി നേരിടുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള യുദ്ധക്കുറ്റങ്ങൾ ചെയ്യുന്ന അരക്കൻ ആർമിക്കെതിരെ നടപടി വേണമെന്നാണ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ആവശ്യപ്പെടുന്നത്. ഒരു പക്ഷേ അമേരിക്കയുടെ ഒരു സമ്മർദ്ദത്തെ തുടർന്നാണോ ഇത്തരം നീക്കമെന്ന് ഒരു സംശയം ഉയരുന്നുണ്ട്. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് വടക്കൻ രഖൈനിൽ മാനുഷിക സഹായം വേണമെന്ന് UN സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അന്റോണിയോ ഗുട്ടറസിൻ്റെ ഈ പ്രസ്താവനയും ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ പുതിയ ഒരു ഉത്തരവും വന്നതോടുകൂടി ഇതിനകത്ത് അമേരിക്കയുടെ കളി ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ്. നമുക്കറിയാം, പതിറ്റാണ്ടുകളായിട്ട് തന്നെ അമേരിക്ക ബംഗ്ലാദേശിനപ്പുറത്തേക്ക് കടന്നു കയറി സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് ദ്വീപ് സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. അതിനെ ഷേഖ് ഹസീന ഭരണകൂടം എതിർത്തു, അല്ലെങ്കിൽ അനുമതി നൽകിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് രാജ്യത്ത് നിന്ന് ഓടിപ്പോകേണ്ട ഒരു അവസ്ഥയുണ്ടായത്. അവർ പിന്നീട് ഇന്ത്യയിലെത്തിയതിന് ശേഷം പറഞ്ഞിരുന്നു, അമേരിക്കയുടെ ഈ നിലപാടിനെ ഞാൻ പിന്തുണയ്ക്കാത്തതുകൊണ്ടാണ് എനിക്ക് സ്ഥാനം നഷ്ടപ്പെട്ടത്. ഇപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം ഈ രഖൈൻ സ്റ്റേറ്റിലേക്ക് കടന്നു കയറണം, അതായത് രഖൈൻ ഇടനാഴി സ്വന്തമാക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ ഐക്യരാഷ്ട്രസഭ പറയുന്നത് ഈ രഖൈൻ ഇടനാഴി തുറന്നു കഴിഞ്ഞാൽ അതിലൂടെ മാനുഷിക സഹായങ്ങൾ രോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് എത്തിച്ചു കൊടുക്കാമെന്ന്. ശരിക്കും അമേരിക്ക ലക്ഷ്യമിടുന്നത് ബംഗാൾ ഉൾക്കടലിൽ ഒരു ആർമി കേന്ദ്രം സ്ഥാപിക്കണം, ബംഗാൾ ഉൾക്കടലിൽ ഒരു ശക്തമായ സാന്നിധ്യമായിട്ട് അമേരിക്കയ്ക്ക് മാറണം. കാരണം ഈ മേഖലയിൽ ചൈനയും ഇന്ത്യയും വലിയ ശക്തികളായിട്ട് നിലകൊള്ളുന്നു. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കോ ബംഗാൾ ഉൾക്കടലിലേക്കോ അമേരിക്കയ്ക്ക് വലിയ സാന്നിധ്യം ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു സൈനിക കേന്ദ്രം അതിനടുത്ത് എവിടെയെങ്കിലും സ്ഥാപിക്കാനൊന്നും സാധിക്കുന്നില്ല. ഇന്ത്യയെ സമ്മതിക്കില്ല, ചൈനയെ സമ്മതിക്കില്ല. ഇവിടെ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെ UN-നെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് അമേരിക്ക പതുക്കെ ഇവിടെ ഒരു മാനുഷിക സഹായം രോഹിംഗ്യങ്ങൾക്ക് നൽകാൻ പോകുന്നു എന്നുള്ള വ്യാജേന അവിടേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നു. അതായത് ഈ പറയുന്ന രഖൈൻ ഇടനാഴി എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് താല്പര്യമുള്ളതാണെന്ന് ബംഗ്ലാദേശിൻ്റെ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനിസിന് അറിയാം. അപ്പോൾ മുഹമ്മദ് യൂനിസ് ഇതിനെ പിന്തുണയ്ക്കുന്നു. അങ്ങനെ മുഹമ്മദ് യൂനിസ് നേരിട്ട് അമേരിക്കയെ വിളിക്കുന്നു, നിങ്ങൾ ഇങ്ങോട്ട് വാ, മനുഷ്യ സഹായമൊക്കെ കൊടുക്കുമെന്ന് പറയുന്നു. ഇതിൻ്റെ ലക്ഷ്യം രഖൈൻ ഇടനാഴിയിൽ ഒരു ആധിപത്യം സ്ഥാപിക്കാനായിട്ട് അമേരിക്കയ്ക്ക് ഒരു സഹായം ഒരുക്കുകയാണ്. എന്നാൽ ബംഗ്ലാദേശിൻ്റെ ആർമി ചീഫായ വാഖറുസ്സമാൻ പറയുന്നു, ഇത് രക്തരൂഷിതമായ ഒരു ഇടനാഴിയായി മാറും. ഇങ്ങനെ അമേരിക്ക ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരുന്നത് ഞങ്ങൾ അംഗീകരിക്കില്ല, ഒട്ടും യോജിക്കാൻ പറ്റില്ല. കാരണം മുമ്പ് ചില അനുഭവങ്ങളുണ്ട്. പാകിസ്ഥാനെ എങ്ങനെയാണ് അമേരിക്ക അവരുടെ ചൊൽപ്പടിക്ക് നിർത്തിയത്? അതായത് അഫ്ഗാനിസ്ഥാനിൽ റഷ്യ അധിനിവേശം നടത്തിയ സമയത്ത് റഷ്യക്കെതിരെ പോരാടാൻ അമേരിക്കയ്ക്ക് താവളങ്ങൾ വേണമായിരുന്നു. അങ്ങനെയാണ് പാകിസ്ഥാനിൽ നിരവധി പട്ടാള താവളങ്ങൾ അമേരിക്ക സൃഷ്ടിച്ചത്. പക്ഷേ 4 പതിറ്റാണ്ടോളം കഴിഞ്ഞിട്ടും ഇന്നും അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാനാണ് പാകിസ്ഥാൻ്റെ വിധി. അവിടെ അന്തഛിദ്രമുണ്ടാകുന്നു, രക്തരൂക്ഷിതമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നു, അവർക്ക് ഒരു വികസനവും ഉണ്ടാകുന്നില്ല. അതുപോലെ ഒരു സാഹചര്യം ബംഗ്ലാദേശിൽ സൃഷ്ടിക്കാൻ വാഖറുസ്സമാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമായി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് യൂനിസ് ഈ നീക്കവുമായിട്ട് മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ അവിടെ ഒരു പട്ടാള അട്ടിമറി പോലും നടക്കും. മാത്രമല്ല, അമേരിക്കയുടെ ഈ നീക്കത്തിനെതിരെ ചൈന ശക്തമായിട്ട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ട് പതിയെ പ്രതികരിക്കാമെന്ന നിലയിലാണ് നിൽക്കുന്നത്. ഇവിടേക്ക് അമേരിക്ക ഒരു സൈനിക താവളമൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് കടന്നു കയറാനുള്ള ഒരു ആക്സിസ് ആയിട്ട് അത് മാറും. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ റോഡ് ആൻഡ് ബെൽറ്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന തന്ത്രപ്രധാനമായ സാമ്പത്തിക മേഖലയിലേക്ക് അമേരിക്കയ്ക്ക് ഒരു കൈകടത്തൽ നടത്തും. ഒപ്പം ക്വിക്ക് ഫ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു തുറമുഖം ചൈന നിർമ്മിക്കുന്നുണ്ട്. 2025 അവസാനത്തോടെ അതിൻ്റെ ഉദ്ഘാടനം നടക്കുമെന്നാണ് പറയപ്പെടുന്നത്. അവിടെ ട്രേഡ് സംബന്ധിച്ചാണ് ചൈന ഈ തുറമുഖം നിർമ്മിക്കുന്നതെങ്കിലും അവിടെയും ചില ഇടപെടൽ നടത്താനായിട്ട് അമേരിക്ക ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ ചൈന ഈ പദ്ധതി ഏതാണ്ട് പൂർണ്ണമായിട്ട് എതിർക്കുമെന്ന് മാത്രമല്ല, ഇന്ത്യയുടെ പിന്തുണയും കിട്ടുന്നില്ല. ഇവിടെ മുഹമ്മദ് യൂനിസിനെ ഏതൊരു ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് പോലെയാണ് അമേരിക്ക നടത്തുന്ന തന്ത്രങ്ങൾ. കാരണം മുഹമ്മദ് യൂനിസിൻ്റെ മകളുണ്ട് മോണിക്ക യൂനിസ്. അവർ അമേരിക്കയിലെ ക്ലിൻ്റൺ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി നടത്തിയിരുന്നു. അവരൊരു കേസിലൊക്കെ കുടുങ്ങി. അതുകൊണ്ട് തന്നെ അവരെ ഒന്ന് രക്ഷിച്ചെടുക്കണമെങ്കിൽ ട്രംപിൻ്റെ ഒരു കനിവ് വേണം. അതുകൊണ്ടാണ് മുഹമ്മദ് യൂനിസ് ഈ തന്ത്രം പയറ്റുന്നത്.
ഒപ്പം ഈ വഖറുസ്സമാൻ പറഞ്ഞിരുന്നു ഈ വർഷം അവസാനത്തോടുകൂടി, അതായത് ഡിസംബർ മാസത്തോടുകൂടി ബംഗ്ലാദേശിൽ ഇലക്ഷൻ നടത്തണം. അങ്ങനെ ഇലക്ഷൻ നടത്തിയാൽ ഈ വഖറുസ്സമാൻ ഒരു പക്ഷേ അയാൾ ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടം അവിടെ വന്നേക്കാം. മുഹമ്മദ് യൂനിസ് സർക്കാരിന് അവിടെ നിലനിൽക്കാനും സാധിക്കില്ല. ഇതാണ് യൂനിസ് സർക്കാരിനെ അമേരിക്ക ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകം. ഒപ്പം ഇന്ത്യക്കും ഇത് വലിയ ഭീഷണിയാണ്. കാരണം ഇവിടെ ഒരു ഇവാഞ്ചലിക്കൽ സ്റ്റേറ്റ് സ്ഥാപിക്കാനായിട്ട് നേരത്തെ പദ്ധതി ഇടുന്നു എന്ന കാര്യം അരക്കൻ ആർമി തന്നെ വിളിച്ചു പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഈ മ്യാൻമറിലെ കുറച്ച് ഭാഗം, അതുപോലെ തന്നെ നമ്മുടെ മണിപ്പൂരിൻ്റെ കുറച്ച് ഭാഗം, ഒപ്പം ഈ വടക്ക് കിഴക്കൻ സ്റ്റേറ്റിലെ കുറച്ച് ഭാഗം, ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇത്തരമൊരു രാജ്യം വേണമെങ്കിൽ സ്ഥാപിക്കാമെന്ന് ഇവർ പറയുന്നു. അരക്കൻ ആർമി ഇതിൻ്റെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു. ട്രംപ് അധികാരത്തിൽ വന്നാൽ ഇത് നടക്കുമെന്ന് പറഞ്ഞ മീഡിയ റിപ്പോർട്ടുകൾ വരെ വന്ന, പക്ഷേ ഇതെല്ലാം തന്നെ ഇന്ത്യ തകർത്ത് കളഞ്ഞു. ഇവിടെ ഇപ്പോൾ ലക്ഷ്യം UN-ഉം US-ഉം അതുപോലെ തന്നെ ബംഗ്ലാദേശും ചേർന്നുകൊണ്ട് രഖൈൻ മേഖലയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ഒരു ആധിപത്യത്തിന് ഒരു കാരണവശാലും ഇന്ത്യയും അനുവദിക്കില്ല, ചൈനയും അനുവദിക്കില്ല. അപ്പം അരക്കൻ ആർമിയിലെ കുറച്ച് ആളുകളുമായിട്ട് മിസോറാമിൽ ഇന്ത്യയിലെ ചില ഭരണത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ ഒരു കൂടിക്കാഴ്ച നടത്തി. ഇതിൻ്റെ വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ അരക്കൻ ആർമിക്ക് ഒരു പിന്തുണ നമ്മൾ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ പരസ്യമായ പിന്തുണ ചൈനയെ നൽകുന്നു. ചൈന മ്യാൻമാർ ഭരണകൂടത്തെയും പിന്തുണയ്ക്കുന്നുണ്ട്. എന്തായാലും ഒരു കാരണവശാലും അമേരിക്ക അങ്ങോട്ട് കടന്നു കയറാനായിട്ട് അനുവദിക്കില്ല. അമേരിക്കയുടെ ലക്ഷ്യം അരക്കൻ ആർമിയെ സഹായിക്കാൻ എന്ന നിലയിൽ അങ്ങോട്ടേക്ക് ചെല്ലാം. പക്ഷേ ഇന്ത്യയുടെയും ചൈനയുടെയും സഹായമുള്ള അരക്കൻ ആർമി അമേരിക്കയുടെ സ്വഭാവം അറിയാം. കാരണം ഒരിക്കൽ കടന്നു കയറിയാൽ പിന്നെ അവിടെ കീഴടക്കുകയായിരിക്കും അമേരിക്കയുടെ ലക്ഷ്യം. അതുകൊണ്ട് അരക്കൻ ആർമി അതിന് അനുവാദം നൽകില്ല. മാത്രമല്ല, ബംഗാൾ ഉൾക്കടലിൽ ഒരു തന്ത്രപ്രധാന സ്ഥലമാണ് രഖൈൻ എന്നുള്ളത് കൊണ്ട് തന്നെ അവിടം കേന്ദ്രീകരിച്ച് ഒരു രാജ്യം സ്ഥാപിക്കാൻ പോലും അവർ ശ്രമിക്കും. കാരണം ഇന്ത്യയുടെ അടുത്തോ ചൈനയുടെ അടുത്തോ ലോകരാജ്യങ്ങളുടെ അടുത്തോ ഒക്കെ ഒരു വിലപേശൽ തന്ത്രത്തിനും ഇതിലൂടെ സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും അമേരിക്കയുടെ ലക്ഷ്യത്തെ ഇന്ത്യയും ചൈനയും ചേർന്നാണ്ട് തകർത്തു. കാരണം രോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് മാനുഷിക പരിഗണന എന്ന നിലയിൽ മരുന്നും ഭക്ഷണവും ഒക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് രഖൈൻ ഇടനാഴി തുറക്കണമെന്നാണ് ആവശ്യം. ഇത് കഴിഞ്ഞ കുറേ കാലമായിട്ട് അമേരിക്ക മുന്നോട്ട് വെച്ചു. ഒടുവിലത്തെ തുറുപ്പ് ചീട്ടാണ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെ കൊണ്ട് ഈ രോഹിംഗ്യൻ അഭയാർത്ഥികളെ ഉപദ്രവിച്ചു, അതുകൊണ്ട് യുദ്ധക്കുറ്റങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അരക്കൻ ആർമിയെ പ്രതിക്കൂട്ടിൽ നിർത്താനായിട്ട് ശ്രമിക്കുന്നത്. എന്തായാലും ഈ പറയുന്ന രഖൈൻ ഇടനാഴിക്ക് വേണ്ടിയിട്ട് അമേരിക്ക രംഗത്ത് വരുന്നു. ഒപ്പം അതിനെ എതിർക്കാൻ ചൈന നിൽക്കുന്നു, ഇന്ത്യ നിൽക്കുന്നു. ഒരു സംഘർഷ സാധ്യത നിലനിൽക്കും. അതായത് വരും മാസങ്ങളിൽ ബംഗാൾ ഉൾക്കടലിൽ ആരാണോ ആധിപത്യം സ്ഥാപിക്കുന്നത് അവരായിരിക്കും പിന്നീട് ഈ കടൽ മേഖലയിൽ അല്ലെ കടലിൽ എന്നും രാജാവിനെ പോലെ നിലകൊള്ളുന്നത്. ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലോ ബംഗാൾ ഉൾക്കടലിലോ ആധിപത്യം സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന് ഇന്ത്യയും ചൈനയും ഏതാണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് തന്ത്രമായിട്ടും ട്രംപ് ഭരണകൂടം മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് അരക്കൻ ആർമിയെ മുന്നിൽ നിർത്തി ഇന്ത്യയും ചൈനയും പുതിയ തന്ത്രങ്ങൾ ഒരുക്കും. അപ്പോൾ പുതിയ കളികൾ ഇനി കാണാനിരിക്കുന്നു. ഈ അരക്കൻ ആർമിയെ തകർത്ത് കളയാനായിട്ട് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെ അമേരിക്ക കൊണ്ടുവന്നതിൻ്റെ പിന്നിലെ ഗൂഢുദ്ദേശം അവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രഖൈൻ ഇടനാഴിയെ സംബന്ധിച്ച് ഇന്ത്യയും അമേരിക്കയും ചൈനയും തമ്മിൽ വലിയ തർക്കങ്ങൾ വരും ദിവസങ്ങളിൽ ഉടലെടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.